1996-ലും 2001-ലോ മറ്റോ 2 തവണ മാത്രമാണ് ഏതാണ്ട് CPM-ൽ നിന്ന് ഈ സീറ്റ് അകന്നു പോയത്. കാരണം കൊല്ലംകോട് മണ്ഡലമായിരുന്ന സമയത്ത് CMBക്ക് ഉള്ള ഒരു സാധ്യതയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ഒരു പക്ഷേ CMBയിൽ നിന്ന് കോൺഗ്രസ് സമൃദ്ധമായ നെൽപ്പാടങ്ങൾ, ഗ്രാമീണ ജീവിതത്തിൻ്റെ നൈർമല്യം. അതെ, ABC മലയാളം ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് യാത്രയുമായി ഇന്ന് എത്തി നിൽക്കുന്നത് നെന്മാറയിലാണ്. കണക്കുകളും വിശദമായ വസ്തുതകളും ഞങ്ങൾ നിരത്തും. ABC മലയാളം പ്രവചനത്തിലില്ല. പ്രവചനത്തിന് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഞങ്ങൾ അവസരം നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ആദ്യം തന്നെ നൽകിയിരിക്കുന്ന ലിങ്കിൽ കയറി എത്രയും വേഗം ഏത് മുന്നണിക്കാണ് വിജയസാധ്യത എന്ന് നിങ്ങൾക്ക് പ്രവചിക്കാം. എത്രയും വേഗമാകട്ടെ. സർ, നെന്മാറയെക്കുറിച്ച്, അതിൻ്റെ സവിശേഷ സംസ്കാരത്തെക്കുറിച്ച് 2 വാക്ക്. അതായത് നെന്മാറ എന്നുള്ള വാക്കിൻ്റെ നിഷ്പത്തി നെയ് മാറിയ ഊര് എന്നുള്ളതിൽ നിന്ന്. നെയ് മാറുക എന്ന് പറഞ്ഞാൽ നെയ്ക്കച്ചവടം ധാരാളമായിട്ട് നടന്നിരുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് ചരിത്രം തന്നെയാണ്, പ്രാദേശിക ചരിത്രം തന്നെയാണ്, ഐതിഹ്യമല്ല. അങ്ങനെ ഒരു സ്ഥലമാണ്. തീർച്ചയായും ഗ്രാമീണമായിട്ടൊരു മേഖലയാണ്. ഈ പൊള്ളാച്ചി എന്ന് പറയുന്ന സ്ഥലം ഇതിനടുത്താണ്. എനിക്ക് തോന്നുന്നു ഈ പൊള്ളാച്ചി ധാരാളം ഈ എരുമ പശുക്കളൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ നിന്നുള്ള ഈ ക്രയവിക്രയത്തിലൂടെ വരുന്ന ഈ 4 കാലി മൃഗങ്ങൾ, അതിൽ നിന്ന് എരുമ പശു ഇവരിൽ നിന്നൊക്കെയുള്ള പാലിൽ നിന്ന് ഉണ്ടാക്കുന്ന സംസ്കരിച്ചെടുക്കുന്ന നെയ്യ് വൻതോതിൽ കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഇതിൻ്റെ ഒരു ആധ്യാത്മിക പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ നെന്മാറ വെള്ളങ്കി വേല എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമാണ്. നമ്മുടെ തൃശ്ശൂർ പൂരം പോലെ ആളുകൾ പുരുഷാരം കൂടുന്ന ഒരു അവിടുത്തെ ആളുകളെ ഒന്ന് കാണണം. എല്ലാ പ്രാവശ്യവും വൻ തോതിലുള്ള പുരുഷാരമാണെന്ന്, ഒരു വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്ന ഒരു വേലയാണ്. നമ്മുടെ നാട്ടിലെ വേല പോലെ അല്ല അത്. അമ്പലപ്പുഴ വേല പോലുള്ള വേലയല്ല അത്. ഈ സൈനികരുടെയൊക്കെ അഭ്യാസ പ്രകടനം പോലുള്ള മെയ്വഴക്കത്തിൻ്റെയാണ്. മറ്റേത് വേല എന്ന് പറഞ്ഞാൽ മേളമാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ മേളം പോലുള്ള ഒരു മേളം തന്നെയാണ് നടക്കുന്നത്. പഞ്ചാരി മേളം, പാണ്ഡ്യമേളമല്ല, പഞ്ചാരി മേളമാണ് അങ്ങോട്ടൊക്കെ പ്രാധാന്യം. ആ തരത്തിലുള്ളൊരു മേളമാണ്. ആ മേളത്തിനാണ് അവർ വേല എന്ന് അവിടെ പറയുന്നത്. പിന്നെ വേറെ ഒന്ന്, പൊള്ളാച്ചി ഇതിന് വളരെ അടുത്താണ്. അത് കന്നുകാലികളുടെ വിൽപ്പന ധാരാളമായിട്ട് നടക്കുന്ന സ്ഥലമാണെന്ന് നമുക്കറിയാം. പിന്നെ നെല്ലിയാമ്പതിയിലേക്കുള്ള പ്രവേശന കവാടം കൂടിയാണ് ഈ നെന്മാറ എന്ന് പറയുന്നു. അതൊക്കെയാണ് ചിറ്റൂർ താലൂക്കിൽ പെട്ടതാണ് ഇത് എന്നുള്ളതാണ് അതിൻ്റെ ഭൂമിശാസ്ത്രം. ശരിക്കും പറഞ്ഞാൽ നെല്ലിയാമ്പതി താഴ്വരയുടെ താഴ്ഭാഗത്തുള്ള ചിറ്റൂർ താലൂക്കിലാണ് ഈ പറയുന്ന നെന്മാറ നിൽക്കുന്നത്. ഈ നെന്മാറ എന്ന് പറയുന്ന മണ്ഡലം രൂപീകരിക്കുന്നത് 2008-ലാണ്. അന്ന് ഡീലിമിറ്റഡ്, അതായത് ഈ മണ്ഡല പുനർനിർണയത്തിന് ശേഷം 2011-ലാണ് നെന്മാറ മണ്ഡലം നിലവിൽ വരുന്നത്. അതിനു മുമ്പ് അത് കൊല്ലംകോട് മണ്ഡലം എന്നാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിലാണ് വരുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ നെന്മാറയുടെ അതിർത്തി പ്രദേശം കുറേ ഗ്രാമപഞ്ചായത്തുകളുണ്ട്. ഈ ഗ്രാമപഞ്ചായത്തുകൾ എന്ന് പറയുന്നത് ഇപ്പം എലവഞ്ചേരി, കൊടുവായൂർ, കൊല്ലംകോട്, മുതലമട, നെന്മാറ, ഈ എരിത്യാമ്പതി, പല്ലാവൂർ, ഇതെല്ലാം തന്നെ ഒരു തമിഴ് കൾച്ചറാണ്. അതാണ് നേരത്തെ പറഞ്ഞ ഈ പൊള്ളാച്ചിയുടെ അടുത്ത് കോയമ്പത്തൂരിലേക്കൊക്കെ പോകാൻ എളുപ്പമാണ്. അപ്പോൾ ആ ഒരു തമിഴ് സംസ്കാരം, അവിടെ ചെല്ലുന്ന ആളുകളുടെ ഏറിയ പങ്കും തമിഴാണ് സംസാരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കും ഇത് തമിഴ്നാട്ടിലെത്തിയോ എന്നുള്ളൊരു പ്രതീതിയുണ്ട്. നേരത്തെ പറഞ്ഞ ഈ നെന്മാറ വല്ലങ്ങി വേല, അതായത് മലയാള മാസത്തിൽ മീനമാസത്തിൽ 20-ാം തീയതി നടക്കും എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മാസം 1 ഏപ്രിൽ 2, 3 തീയതികൾ നടക്കും. ഈ ദിവസങ്ങളിൽ കേരളത്തിലെ അല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആനച്ചമയങ്ങളുടെ ഒരു പ്രദർശനമാണ് അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ വലിയ ഈ പറയുന്ന വെടിക്കെട്ട്, അതാണ് വെടിക്കെട്ടിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം. എന്ന് പറഞ്ഞാൽ വലിയ ഈ പാലക്കാടിൻ്റെ പ്രത്യേകത നമുക്കറിയാലോ, ഈ പിന്നെ വലിയ നെല്ലറ എന്നറിയപ്പെടുന്നത്. ഈ നെല്ലറയുള്ള പാടശേഖരങ്ങൾ, ഈ കൊയ്ത്തെല്ലാം കഴിഞ്ഞിട്ട് ഈ പാടശേഖരത്താണ് ഈ വെടിക്കെട്ട് നടത്തുന്നത്. അപ്പം നെന്മാറ ഗ്രൂപ്പ് അപ്പുറത്തും വല്ലങ്ങി എന്ന് പറയുന്നത് രണ്ട് ഇതായിട്ടാണ് നടത്തുന്നത്. 2 ദിവസങ്ങളാണ് നടത്തുന്നത്. ആ സമയത്ത് ഇത് നടത്തുന്ന രാത്രി സമയങ്ങളിൽ നമുക്ക് ആ ഭാഗത്തേക്ക് പിന്നെ പ്രവേശനമൊന്നും ഉണ്ടാവില്ല. അത്രയും സുരക്ഷാ സംവിധാനങ്ങളോട് നടത്തുന്ന ഒരു വലിയ ഒരു വേല, അവിടുത്തെ സംസ്കാരവുമായിട്ട് പൂർണ്ണമായിട്ട് ഇഴുകിച്ചേരുന്നു. ആ നെന്മാറ വല്ലങ്ങി വേല നടത്തുന്നതിനടുത്താണ് പിന്നെ ഈ പറയുന്ന ചിറ്റൂര്, അതുപോലെ തന്നെ ഗോപാലപുരം എന്ന് പറയുന്ന നമ്മുടെ ചെക്ക് പോസ്റ്റ് വരും. ഇതെല്ലാം ഈ പറയുന്ന പ്രദേശത്താണ്. ഇതിൽ 2008-ലാണ് ഈ മണ്ഡലം പുനർനിർണയിച്ചെങ്കിലും പിന്നീട് ഇലക്ഷൻ വരുന്നത് 2011-ലാണ്. ആദ്യ തെരഞ്ഞെടുപ്പിൽ വി ചെന്താമരാജനാണ് CPM-നെ പ്രതിനിധീകരിച്ച് അവിടെ മത്സരിക്കുന്നത്. അന്ന് എതിർ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന CN വിജയകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ MV രാഘവന്റെ CMB എന്ന് പറയുന്ന പാർട്ടിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ CN വിജയകൃഷ്ണനെ ആളുകൾക്ക് മനസ്സിലാവില്ല. MVR ക്യാൻസർ സെന്റർ എന്ന് പറഞ്ഞൊരു ആശുപത്രി ഉണ്ട് കോഴിക്കോട്ട്. ഈ ക്യാൻസർ സെന്ററിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് CN വിജയകൃഷ്ണ. ഭയങ്കര സഹകാരിയാണ്. ഈ സഹകരണ മേഖലയിൽ ഒരു എന്താ പറയുക, ഒരു വളരെ
ഊർജ്ജസ്വലനായ ഒരു വ്യക്തിയാണ്. ഈ എം വി രാഘവൻ CPM വിട്ടപ്പോൾ അദ്ദേഹത്തോടൊപ്പം CPM വിട്ടുപോയതാണ്. പക്ഷെ അദ്ദേഹത്തിന് ഈ കോപ്പറേറ്റീവ് സെക്ടറിൽ വളരെയധികം നിലപാടുകൾ സ്വീകരിക്കാൻ കഴിഞ്ഞു. ലാഡർ എന്ന് പറഞ്ഞ കോപ്പറേറ്റീവ് മേഖലയിൽ ഈ ഫ്ലാറ്റുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനി ഉണ്ട്. അതിൻ്റെ ഈ തലപ്പത്തിയാളാണ് ഇദ്ദേഹമാണ് ഈ CN വിജയേഷൻ. കോഴിക്കോട്ട് കോപ്പറേറ്റീവ് ബാങ്കിനെയൊക്കെ വളർച്ചയുടെ ഒരു വലിയ പദവിയിലേക്ക് എത്തിയതും ഈ CN വിജയേഷനിലൂടെയാണ്. CN വിജയേഷൻ മത്സരിച്ച CMBയിൽ നിന്ന് 2016 ആയപ്പോഴേക്കും ഈ സീറ്റ് കോൺഗ്രസ് തിരിച്ചു പിടിക്കുന്നു. അപ്പോൾ അവിടെ മത്സരിക്കാനായിട്ട് CPM രംഗത്തിറക്കുന്നത് വി ബാബുവിനെയാണ്. എതിർ സ്ഥാനാർത്ഥിയായിട്ട് AV ഗോപിനാഥ് വരുന്നത്. AV ഗോപിനാഥ് എന്ന് പറയുന്നത് കെ ബാബു അല്ലേ? കെ ബാബുവിന്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്നു AV ഗോപിനാഥ്. അന്ന് പാലക്കാട് DCC പ്രസിഡന്റ് ഒക്കെ ഇരുന്ന ആളാണ് AV ഗോപിനാഥ്. പിന്നീട് CPMലേക്ക് ചാടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വലിയ വിവാദമൊക്കെ പക്ഷെ വലിയ മത്സരമൊക്കെ നടന്നു. പക്ഷേ ഈ വിജയം അന്നും ഈ കെ ബാബുവിനൊപ്പം നിന്നു. അന്ന് 7408 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് 2016 ജയിക്കുന്നത്. 2021 ഈ പറയുന്ന CN വിജയേഷനുമായിട്ട് കെ ബാബു തന്നെ വീണ്ടും മത്സരിക്കുന്നു. പക്ഷേ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അപ്പോഴേക്ക് 28,704 എന്ന് പറഞ്ഞാൽ 1996-ലും 2001-ലോ മറ്റോ ഏതാണ്ട് 2 തവണ മാത്രമാണ് ഏതാണ്ട് CPMൽ നിന്ന് ഈ സീറ്റ് അകന്നു പോയത്. കാരണം കൊല്ലംകോട് മണ്ഡലമായിരുന്ന സമയത്ത്. ബാക്കിയുള്ള സമയത്ത് CPMന്റെ ഉറച്ച കോട്ടയെന്ന് വേണമെങ്കിൽ ഈ മണ്ഡലത്തെ വിശേഷിപ്പിക്കാം. അപ്പോൾ തമിഴ് സംസ്കാരവുമായിട്ട് ഇഴുകിച്ചേർന്ന ഒരു മണ്ഡലം എന്നുള്ളതാണ് നെന്മാറ. അവിടുത്തെ സംസാര ഭാഷ പോലും തമിഴാണ്. കൂടുതൽ ആളുകളും ഈ കൃഷിയെ ഉപജീവനമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇനി ചിറ്റൂരിലേക്ക് എന്നാൽ നമുക്കറിയാലോ, ചിറ്റൂരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ തെങ്ങുകൾ ധാരാളം കൃഷി ചെയ്യുന്ന വലിയ ഒരു മേഖല. അപ്പോൾ കാർഷിക മേഖലയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന നെന്മാറയ്ക്കിൽ CPMന് വലിയൊരു മേധാവിത്വമുണ്ട്. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ആ ലോക്സഭാ മണ്ഡലത്തിന്റെ വിജയമൊക്കെ ഇതിനകത്ത് ഘടകമായി NSS കോളേജും ഉണ്ട് അവിടെ കേട്ടോ. ഇതിനകത്ത് നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞ്, ഇത് 42.90 2016 വോട്ടിംഗ് പെർസെൻറ്റേജ്. അതിലാണ് 7408. പിന്നീട് അത് 70,145 വോട്ടുകൾ 2021 അദ്ദേഹത്തിന് ലഭിക്കുന്നു. കെ ബാബുവിന് 52.89 ആയി. അവിടെയാണ് ഭൂരിപക്ഷം 28,704 മാറിയത്. അവിടെ AV ഗോപിനാഥ് സെക്കൻഡ് വരുന്നു, 58,908. 23,000-ൽ പരം വോട്ടുകൾ അന്ന് BJP അവിടെ നേടിയിരുന്നു. N. ശിവരാജൻ അവിടുത്തെ നഗരസഭ അദ്ദേഹമാണ് അവിടെ മത്സരിച്ചത്. അദ്ദേഹം 23,000 വോട്ടുകൾ നേടി. ഇനി അത് പിന്നെ 2021 വരുമ്പോൾ ഭൂരിപക്ഷം 28,000 നമ്മൾ നേരത്തെ പറഞ്ഞു. BJPയുടെ കേസ് BD ജയസാറിന് പിന്നെ മത്സരിച്ചത്. അപ്പോൾ അതിൻ്റെതായ ഒരു വോട്ട് ഇവിടെ കുറഞ്ഞിട്ടുകൊണ്ട് 16,666 വോട്ടുകളാണ് പിന്നെ BD ജയസിന് അന്ന് ലഭിച്ചത്. ഇനി നമുക്ക് നെന്മാറ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നെന്മാറയിൽ ലോക്സഭാ മണ്ഡലത്തിൽ 19 എത്ര വോട്ട് കിട്ടി, 24 എത്ര വോട്ട് കിട്ടി നോക്കാം. ഓർക്കുകയാണെങ്കിൽ അത് PK ബിജു, രമ്യ ഹരിദാസ്, പിന്നെയാണ് ഇവിടെ രാധാകൃഷ്ണൻ. ഇങ്ങനെ 3 പേരാണ് അവിടെ നിന്നുണ്ടായിരുന്നത്. അവിടെ 2019 54.9% UDFന് ലഭിച്ച വോട്ട് വിഹിതം. വോട്ട് എന്ന് പറയുന്നത് 82,539. LDFന് 34.8, 52,318 വോട്ടുകളും. NDAക്ക് 8.2% കിട്ടിയത്, 12,345 വോട്ടുകൾ. ഇത് 2024 വരുമ്പോൾ ഈ 54.9 എന്ന് പറയുന്നത് 40.1 UDFന് പിന്നെ മാറാൻ കഴിഞ്ഞു. LDFന് 55,451 വോട്ടുകൾ 39.1 അവിടെയും LDFന് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. NDAക്ക് 26,867 വോട്ടുകൾ, അതായത് 19%. ഓർക്കേണ്ടത് 8.2-ൽ നിന്നാണ് NDA 19-ലേക്ക് വന്നത്. നേരിയ വർധന എല്ലാവർക്കും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ അത് UDFനാണത് ഒരു കുറവ് വന്നു. 54 എന്നുള്ളത് 40 പോയി. NDAക്കും LDFനും ലേശം വർധന വന്നിട്ടുണ്ട്. ഇതാണ് ആലത്തൂർ പിന്നെ ലോക്സഭാ സീറ്റിൽ നെന്മാറയ്ക്കുള്ളിൽ ലഭിച്ച വോട്ടിംഗ് പെർസെൻറ്റേജ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ പറയുന്ന നെന്മാറ എന്ന് പറയുന്നത് CPMന്റെ ഉറച്ച കോട്ടയായതുകൊണ്ട് കെ ബാബു 2 തവണ മത്സരിച്ചു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മൂന്നാമതൊരു ടീമിന് അദ്ദേഹത്തിന് ചിലപ്പോൾ മത്സരിക്കാൻ അവസരം കൊടുക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും CPMന്റെ ഉറച്ച കോട്ടയായതുകൊണ്ട് തന്നെ ആര് നിന്നാലും ജയിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. മാത്രമല്ല വിജയസാധ്യതയുള്ള നേതാക്കളെയാണ് രംഗത്തിറക്കുന്നത്. ഇപ്പം CMBക്ക് ഉള്ള ഒരു സാധ്യതയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ഒരു പക്ഷേ CMBയിൽ നിന്ന് കോൺഗ്രസ് ഇത് ഏറ്റെടുക്കാനുള്ള സാധ്യതയെ തള്ളിക്കളഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് നോക്കേണ്ടി വരും. തീർച്ചയായിട്ടും നോക്കേണ്ടി വരും. ഏതായാലും കണക്കുകൾ ഞങ്ങൾ നിരത്തി കഴിഞ്ഞു. ഇനി പ്രവചനത്തിലുള്ള സമയമാണ്. എത്രയും വേഗം ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ആദ്യം തന്നെ നൽകിയിട്ടുള്ള ലിങ്കിൽ കയറി ഏത് മുന്നണിക്കാണ് വിജയസാധ്യത എന്ന് എത്രയും വേഗം നിങ്ങൾക്ക് പ്രവചിക്കാം. 2026 കേരളത്തിൽ ആര് ജയിക്കും? ABC മലയാളം ഒരുക്കുന്ന ജനകീയ പോളിംഗിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം:
ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ദയവായി നിങ്ങൾ പോളിൽ പങ്കെടുത്തതിന് ശേഷം ആ ലിങ്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കേരളം 2026 ആര് ഭരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള അവസരം നിങ്ങൾ വിനിയോഗിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.